Njand Varattiyathu അല്ലെങ്കിൽ Njand Varattiyathu ഓരോ ഏരിയയിലും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് എൻ്റെ വേർഷനിലുള്ള Njand Varattiyathu നമുക്ക് കാണാം. ഞാൻ Mahimasimon. വെൽക്കം ടു Mahimas കുക്കിംഗ് ക്ലാസ്. അപ്പോൾ Njand Varattiyathu ഉണ്ടാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു മൺചട്ടി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു 740 ഗ്രാം ഞണ്ടാണ്. ക്ലീൻ ചെയ്ത ശേഷം ക്ലീൻ ചെയ്തതിന് മുമ്പ് ഏകദേശം ഒരു 1 കിലോയും കുറച്ചും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഞണ്ട്. ക്ലീൻ ചെയ്ത ശേഷം ഏകദേശം ഒരു 740 ഗ്രാം ഉണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, ഒരു 3.25 ടേബിൾ സ്പൂൺ ചേർത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു 7-8 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, കുടംപുളിയാണ്. കുടംപുളി ഒരു 3-4 കഷ്ണം. പുളി കണക്കാക്കി എടുക്കുക. അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതായിരുന്നു. അത് വെള്ളത്തോടു കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുകയാണ്. ബാക്കി വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ക്രാബ് ചേർക്കാം. ക്രാബ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കാലും എല്ലാം ഉപയോഗിക്കും. പിന്നെ അതിൻ്റെ നടുഭാഗം 4ആയിട്ട് കട്ട് ചെയ്ത് എടുത്തേക്ക്. ഇതേപോലെ പീസസായിട്ട് എടുത്തേക്കുന്നത്. എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് നാടൻ ക്രാബിനാണ്. മഡ് ക്രാബ് എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ, അതാണ് ഏറ്റവും ടേസ്റ്റി. അപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കടലിൽ നിന്ന് കിട്ടുന്ന ക്രാബാണ്. സമയമുണ്ടെങ്കിൽ പുരട്ടി ഒരു 10 മിനിറ്റ് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാം. അതിന് ശേഷം അടുപ്പ് ഓണാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണല്ലോ ഉപയോഗിച്ചത്. കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല നിറം കിട്ടും, നല്ലൊരു തിക്നെസ് കിട്ടും. കൂടാതെ വലിയ എരിവും ഉണ്ടാകത്തില്ല. ഇനി ഓണാക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ തീ കുറച്ചാണ് ഇടുന്നത്. വെള്ളം ഒഴിക്കത്തില്ല. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കിയാൽ അതിനകത്ത് വെള്ളമുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ സ്റ്റീമിലാണ് ഇത് കുക്കായത്. ക്രാബിന് വലിയ വേവില്ല. സീ ഫുഡ് എല്ലാം നമ്മൾ അധികം കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കിയാൽ ഇച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളം പറ്റിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് പറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി നല്ല പുളിയുടെയൊക്കെ നല്ല മണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഇത് ഒലത്തിയെടുക്കണം, അല്ലെങ്കിൽ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഒരു 3/4 കപ്പ് ചുവന്നുള്ളി, ഇത് നന്നായിട്ട് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചുവന്നുള്ളിക്ക് പകരം സവോള ഇടാം. ചുവന്നുള്ളിയാണ് കൂടുതൽ രുചി. ചുവന്നുള്ളിയൊക്കെ ലൈറ്റായിട്ടൊരു ഈ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. വളരെ ലൈറ്റ് ബ്രൗൺ. ഈ സമയത്ത് വെളുത്തുള്ളി ചതച്ചിടാം. 1 ടീസ്പൂൺ നിറച്ച്. വെളുത്തുള്ളി മൂത്ത് പച്ചമണം ഒന്ന് മാറി നല്ലൊരു മണം വരണം. അതുവരെ കുക്ക് ചെയ്യുക. വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഈ ഉള്ളിക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഞണ്ടിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക. 1 ടീസ്പൂൺ ചതച്ച മുളക് കൂടെ ചേർക്കാം. എപ്പോഴും എരിവ് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് അല്ലെങ്കിൽ ഒത്തിരി എരിവായിരിക്കും ഈ ഒരു അളവ്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് നിലത്തിയെടുക്കാം.
ആ ഉള്ളിയുടെ അരപ്പ് നന്നായിട്ട് കോട്ടഡ് ആവണം ഞണ്ടയിൽ. ഞണ്ട എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഒലന്ന് വരണം. അപ്പം നന്നായിട്ട് ഒലന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 2-3 മിനിറ്റ് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒലത്തിയെടുക്കുക. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ്. പെപ്പറിൻ്റെ ഫ്ലേവർ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ക്രാബിൽ. ഇച്ചിരി മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ക്രഷ് പെപ്പറാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്, ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കും. ക്രാബിന് പൊതുവെ ഒരു മധുരം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി എരിവാക്കി എടുത്തേക്കുന്നത്. നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ക്രാബ് ഒലർത്ത് അല്ലെങ്കിൽ വരട്ടിയത് കണ്ടല്ലോ. ഇപ്പോൾ ഓരോ സൈഡിലും പല തരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വേർഷനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല എരിവും പുളിയും എല്ലാം നല്ല പാകത്തിനാണ്. എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇടുന്ന ചില്ലി ഫ്ലേക്സിൻ്റെ അളവോ കുറയ്ക്കാം. ഇത് ഇച്ചിരി എരിവുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്തത്, കാരണം ക്രാബിന് ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇത് ചെയ്ത് കിട്ടാനായിട്ട് ഇച്ചിരി എരിവുള്ളതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് പുട്ടിൻ്റെ കൂടെ നല്ലതാണ്, പറാട്ടാസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.